Hi all, welcome to Brain's online class. I'm going to handle the ninth standard English course book. There is a race on Children's Day at the Nehru Stadium. അപ്പോൾ എന്താണ് ചിൽഡ്രൻസ് ഡേൻ്റെ അന്ന് നെഹ്റു സ്റ്റേഡിയത്തിൽ എന്താണ് ഒരു റേസ് നടത്തുന്നുണ്ട്. ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ആർ കമ്പീറ്റിംഗ് ദെയർ. അപ്പം നിൻ്റെ പ്രായത്തിലുള്ള ചിൽഡ്രനൊക്കെയാണ് എന്ത് അവിടെ കോമ്പീറ്റ് ചെയ്യാൻ വരുന്നത്. ഇഫ് യു പാർട്ടിസിപ്പേറ്റ് and win that race, I promise I will start training you. If you participate, നീ എന്താണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വിൻ ചെയ്യുകയാണെങ്കിൽ ആ റേസ് ഞാൻ പ്രോമിസ് ചെയ്യുകയാണ് എന്ത് ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു, ഞാൻ നിന്നെ എന്താണ് ട്രെയിൻ ചെയ്യിപ്പിക്കാമെന്ന് പ്രോമിസ് ചെയ്യണം. സെഡ് റാം നാരായൺ. ദിസ് ഈസ് നോ ബിഗ് ഡീൽ, ഐ ക്യാൻ ഡു ഇറ്റ്, കാൺട്ട് ഐ, തോട്ട് തരുൺ. I will sir, he heard himself saying with complete conviction. അപ്പം തരുൺ എന്താണ് അവൻ ആലോചിക്കണം എന്താ ഇത് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, എന്നെ കൊണ്ട് സാധിക്കും എന്ന് അവൻ തന്നെ എന്താണ് ഒരു ധാരണ ഉണ്ട്. ഫൈൻ ബോയ്, ഇറ്റ് ഈസ് മൈ ജോബ് ടു ഗെറ്റ് യു എൻട്രി ഇൻ ദ റേസ് ആൻഡ് റിമെമ്പർ യുവേഴ്സ് ടു വിൻ ഇറ്റ്. അപ്പം എന്താണ് ഓക്കെ ബോയ്, സോ ഇനി എന്താ അതിലേക്കുള്ള എൻട്രി ഒക്കെ ഞാൻ നിനക്ക് ശരിയാക്കി തരാം, പക്ഷേ എന്താണ് നീ വിൻ ചെയ്യണം എന്ന് പറയണം. ടെൽ മീ വാട്ട് ഈസ് യുവർ നെയിം. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എന്താണ് നെയിം ചോദിക്കുകയാണ്. സോ ആസ്ക്ഡ് റാം നാരായൺ തരുൺ കപൂർ സർ. അപ്പോൾ തരുണിൻ്റെ ഫുൾ നെയിം എന്താണ്? തരുൺ കപൂർ. തരുൺ, ഐ വിൽ മീറ്റ് യു ഹിയർ ആഫ്റ്റർ ദ 5 days ടു ഗീവ് യു യുവർ പാർട്ടിസിപ്പേഷൻ കാർഡ്. അപ്പോൾ എന്താണ് ഞാൻ നിന്നെ എന്താണ് 5 days കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം, എന്താണ് പാർട്ടിസിപ്പേഷൻ കാർഡ് തരാൻ വേണ്ടിയിട്ട്. ഓൾ ദ ബെസ്റ്റ് സെഡ് റാം നാരായൺ ആൻഡ് ലെഫ്റ്റ്. അപ്പോൾ റാം നാരായൺ ഓരോ ഓൾ ദ ബെസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഓൺ ദ വേ ഹോം തരുൺ തോട്ട്. അപ്പോൾ എന്താ വീട്ടിലേക്ക് തരുൺ തിരിച്ചു പോവുകയാണ്. അപ്പോൾ തരുൺ ഓരോന്ന് ആലോചിക്കുകയാണ് എന്താണ് ഇഫ് ഹിസ് ഫാദർ ഹാഡ് നോട്ട് സ്കോൾഡഡ് ഹിം. അപ്പോൾ എന്താ അവൻ്റെ ഫാദർ അവനെ ചീത്ത പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഹി കുഡിൻ ഹാവ് ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അവൻ എന്താണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ കിട്ടില്ലായിരുന്നു. ദ നെക്സ്റ്റ് ഡേ ബോട്ട് എ ന്യൂ റേ ഓഫ് ഹോപ്പ്. അപ്പോൾ നെക്സ്റ്റ് ഡേ എന്താണ് ഒരു ജസ്റ്റ് എ ന്യൂ റേ ഓഫ് ഹോപ്പ് തന്നെയായിരുന്നു അവന്. എന്താ വെച്ചാൽ തരുൺ ഗോട്ട് അപ്പ് ഏർലി. അപ്പോൾ ഏർലി തന്നെ അവൻ നീറ്റു ഹാഡ് മിൽക്ക് ആൻഡ് ബിഫോർ ഹിസ് മദർ കുഡ് ഫിനിഷ് ഹെർ ക്വറി on what he was up to, he ran out and went to the Nehru Stadium to check the details of the race. അപ്പോൾ നേരത്തെ തന്നെ തരുൺ നെക്സ്റ്റ് ഡേ നീറ്റു എന്താ ഹാഡ് മിൽക്ക് പാലൊക്കെ കുടിച്ചതിന് ശേഷം എന്താണ് നേരെ പോവുകയാണ് ഇങ്ങോട്ട് നെഹ്റു സ്റ്റേഡിയത്തിലേക്ക്. ആൻഡ് എന്താ റേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഹി വാസ് വെരി ഹാപ്പി ഇൻഡീഡ്. അപ്പം തരുണിൻ്റെ ഹാപ്പിനെസ് നമുക്ക് കാണാമല്ലേ. Tarun started practicing zealously every day. He would get up at 4 in the morning and run up to 10 miles. അപ്പം എന്താ അവൻ അത്രയും ഹാർഡ് വർക്കായിട്ട് എന്താണ് പ്രാക്ടീസൊക്കെ ചെയ്യാൻ തുടങ്ങി. എല്ലാ ദിവസവും അവൻ എന്താണ് 4 മണിക്ക് മോർണിംഗ് എണീക്കും, എന്താണ് റൺ ചെയ്യാൻ വേണ്ടി. ഓൾമോസ്റ്റ് എന്താ 10 miles അവൻ ഓടുന്നത്. ഇൻ ദ ഈവനിങ് ഹീ വുഡ് ടൈം ഹിംസെൽഫ് അക്കോർഡിംഗ് ടു ദ 1000-meter ഡിസ്റ്റൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ കോമ്പറ്റീഷൻ. അപ്പോൾ കോമ്പറ്റീഷനിൽ പ്രിസ്ക്രൈബ് ചെയ്ത ആ ഒരു 1000-meter ഡിസ്റ്റൻസിലൊക്കെ അവൻ ഈവനിങ്ങിലും പ്രാക്ടീസ് ചെയ്യും. ഹി വാണ്ടഡ് എവറിത്തിങ് ടു ബി പെർഫെക്റ്റ്. അപ്പോൾ എവറിത്തിങ് എന്താണ് അവന് പെർഫെക്റ്റ് ആയിട്ട് വേണമായിരുന്നു. ഇറ്റ് വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ് ദാറ്റ് ഹി വാസ് ഡിമാൻഡിങ് സച്ച് പെർഫെക്ഷൻ ഇൻ തിങ്സ് ഹി ഡിഡ്. അപ്പോൾ അവൻ ആലോചിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇങ്ങനെയൊക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവനൊരു കാര്യം ചെയ്യണം. ഹി ഓൾസോ വാണ്ടഡ് സം വൺ ടു ബാക്ക് ഹിം അപ്പ് ആൻഡ് സോ ഹി ടോൾഡ് എവറിത്തിങ് ടു ഹിസ് മദർ. അപ്പോൾ ഒരാൾ എപ്പോഴും എന്താ പുറകിൽ നിന്ന് എന്താണ് സപ്പോർട്ട് ചെയ്യാൻ അവന് വേണമായിരുന്നു. സോ അവനെല്ലാം അവൻ്റെ അമ്മയോടാണ് പറയാറ്. തരുൺ പ്രാക്ടീസ്ഡ് വിഗറസ്ലി ഫോർ 5 days. 5 days തരുൺ പ്രാക്ടീസ് ചെയ്തു. ആൻഡ് ദെൻ promptly met റാം നാരായൺ ടു കളക്ട് ഹിസ് പാർട്ടിസിപ്പേഷൻ കാർഡ്. അപ്പോൾ എന്താണ് 5th day റാം നാരായണൻ്റെ അടുത്ത് പാർട്ടിസിപ്പേഷൻ കാർഡ് കളക്ട് ചെയ്യാൻ വേണ്ടി പോയി. ഹി ഗേസ്ഡ് അറ്റ് ദ പീസ് ഓഫ് പേപ്പർ ഓൺ വിച്ച് ഹിസ് നെയിം ഹാഡ് ബീൻ പ്രിൻറ്റഡ് ബോൾഡ്ലി. ആ ഒരു പാർട്ടിസിപ്പേഷൻ കാർഡിൽ അവൻ്റെ പേര് അത്രയും ബോൾഡ്ലി ആണ് എഴുതി പ്രിൻറ്റ് ചെയ്തത്. സോ അത് കണ്ടപ്പോഴൊക്കെ എന്താ അവന് വല്ലാതെ എന്താണ് ഹാപ്പിനെസ്സൊക്കെ വന്നു എന്നാണ് പറയണം. ഹൗ എവർ ഹാർഡ് ഐ മസ്റ്റ് വിൻ ദിസ് റേസ്. അപ്പോൾ എന്താണ്
എന്തൊക്കെയായാലും എന്താണ് ഞാൻ ഈ റേസ് എന്താണ് ജയിക്കാൻ തന്നെ വേണം. തോട്ട് he wanted to show his father that he was not really the black sheep of the family and that he could be good at something at least. അവൻ എന്താണ് അച്ഛനും അങ്ങനെ കുറേ ആൾക്കാർക്കൊക്കെ എന്താണ് കാണിച്ചു കൊടുക്കണമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവനല്ല ഒരു ബ്ലാക്ക് ഷീപ്പ് എന്ന നിലക്ക് അവന് കാണിച്ചു കൊടുക്കണം. അവനെന്താണ് എന്തെങ്കിലും ഒരു കഴിവുണ്ട് എന്നുള്ള കാര്യം കാണിച്ചു കൊടുക്കണം. So it was 14th November. Bowing low for the blessings of his mother, Tarun pedaled away to the stadium. There was a huge crowd waiting to go inside. Tarun entered the office where a signboard read, "Participants only," with his heart beating faster every second. Inside there were about 50 participants waiting for the race to begin. 14th November ആയി. ബോയിങ് ലോ ഫോർ ദ ബ്ലെസ്സിങ്സ് ഓഫ് ഹിസ് മദർ, അമ്മേൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങി തരുൺ പെഡൽഡ് അവേ ടു ദ സ്റ്റേഡിയം, അങ്ങനെ സ്റ്റേഡിയത്തിലേക്ക് സൈക്കിളിലാണ്. ആൻഡ് ദ വാസ് എ ഹ്യൂജ് ക്രൗഡ് വെയിറ്റിംഗ് ടു ഗോ ഇൻസൈഡ്. അപ്പോൾ ഒരു ഹ്യൂജ് ക്രൗഡ് തന്നെ ഉണ്ട്, എന്താണ് ഔട്ട് സൈഡിൽ ഉള്ളോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നു. തരുൺ എൻറ്റേർഡ് ദ ഓഫീസ് വേർ എ സൈൻ ബോർഡ് റീഡ് പാർട്ടിസിപ്പൻസ് ഓൺലി. അപ്പോൾ അവനൊരു ഓഫീസിലേക്ക് എൻട്രി ചെയ്ത് അവിടെ എന്താ ഒരു സൈൻ ബോർഡ് ഉണ്ടായിരുന്നു, പാർട്ടിസിപ്പൻസ് ഓൺലി എന്ന് മാത്രം എഴുതിയ, വിത്ത് ഹിസ് ഹാർട്ട് ബീറ്റിംഗ് ഫാസ്റ്റ് എവറി സെക്കൻഡ്. എന്താണ് ടെൻഷൻ കൊണ്ടായിരിക്കും അല്ലേ. ഇൻസൈഡ് ദ വർ അബൌട്ട് 50 പാർട്ടിസിപ്പൻസ് വെയിറ്റിംഗ് ഫോർ ദ റേസ് ടു ബിഗിൻ. ഓൾമോസ്റ്റ് 50 പാർട്ടിസിപ്പൻസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഈ റേസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഹീ ഫെൽറ്റ് സമ്മൺ പാറ്റിംഗ് ഹിം ഓൺ ദ ഷോൾഡർ. അപ്പം അങ്ങനെ ആരോ ഷോൾഡറിൽ തട്ടുന്നതായി അവന് തോന്നി. ഹലോ തരുൺ, ഇറ്റ് വാസ് റാം നാരായൺ, ഓൾ ദ ബെസ്റ്റ്, ഹീ സെഡ് എഫെക്ഷനേറ്റ്ലി. അങ്ങനെ തരുൺ നമ്മളുടെ രാം നാരായൺ ആയിരുന്നു. ആൻഡ് ഹീ സെഡ് ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ കൊടുത്തു, ഒരു എഫെക്ഷനേറ്റ്ലി ഓൾ ദ ബെസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് എന്താണ് തരുൺ സ്മൈൽഡ് അറ്റ് ഹിം ബട്ട് ഡിഡ് നോട്ട് സേ എ വേർഡ്. അപ്പോൾ തിരിച്ച് തരുൺ ജസ്റ്റ് ഒരു സ്മൈല് മാത്രമാണ് കൊടുത്തത്, ഒരു വേർഡ് പോലും പറഞ്ഞില്ല. ഫിയർ ഹാഡ് ഗ്രിപ്ഡ് ഹിം ഫ്രം ഹേർട്ട് ടു ഫുട്ട്. അവൻ്റെ ഉള്ളിൽ എന്താണ് ആ ഒരു പേടിയൊക്കെ വരാൻ തുടങ്ങിയ ഒരു സമയമാണ്. ആൻഡ് ഓൾ ദ പാർട്ടിസിപ്പൻസ് ലൈൻഡ് അപ്പ്, എവറി ഫേസ് glittered with the hope of winning the race. Each one of them had his family and friends in the stand to cheer for him. To his amazement, Tarun caught sight of his mother in the stands. The fear in his eyes gave way to confidence. The whistle blew and all the participants started off with all their might. They were all determined to be the winner of the race. In the lead was the fastest of them all, Tarun. Seeing himself ahead of everybody, Tarun felt very proud of himself. All the participants lined up. അപ്പോൾ നമ്മൾ റേസ് സ്റ്റാർട്ടൊക്കെ ചെയ്ത് ആവാനായി അപ്പോൾ എല്ലാ പാർട്ടിസിപ്പൻസൊക്കെ ലൈൻഡ് അപ്പായി. എവറി ഫേസ് ഗ്ലിറ്റേർഡ് വിത്ത് ഹോപ്പ് ഓഫ് വിന്നർ. അപ്പോൾ സോ എല്ലാവരും എന്താണ് ഇപ്പോൾ ഒരു റേസിലൊക്കെ പങ്കെടുക്കുമ്പോൾ എന്താണ് ജയിക്കണമെന്ന ആഗ്രഹത്തോടെ അല്ലേ. സോ എല്ലാവരുടെ മുഖത്ത് അത് കാണാമായിരുന്നു. ഈച്ച് വൺ ഓഫ് ദം ഹാഡ് ഹിസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഇൻ ദ സ്റ്റാൻഡ് ടു ചിയർ ഫോർ ഹിം. അപ്പോൾ എന്താ ഓരോ പാർട്ടിസിപ്പൻസിനും അവൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു എന്താ ക്രൗഡിൽ അവരെ ചിയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. To his amazement, Tarun caught sight of his mother in the sun. അങ്ങനെ ആ ക്രൗഡ്സിൻ്റെ ഇടയിൽ എന്താ തരുണിൻ്റെ അമ്മയെ കാണാണ്. The fear in his eyes gave way to confidence. അങ്ങനെ അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു പേടിയൊക്കെ എന്താണ് കോൺഫിഡൻസ് ആയിട്ട് മാറുകയാണ്. The whistle blew and all the participants started off with all their might. വിസിലൂത്തി എല്ലാ പാർട്ടിസിപ്പൻസും ഓടാൻ തുടങ്ങി. എല്ലാവരുടെയും മനസ്സിൽ എന്താണ് വിന്നർ ആവണമെന്നൊരു ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. ഇൻ ദ ലീഡ് വാസ് ദ ഫാസ്റ്റസ്റ്റ് ഓഫ് ദം ഓൾ, തരുൺ. അപ്പോൾ തരുണായിരുന്നു ലീഡ്. ആൻഡ് സീയിങ് ഹിംസെൽഫ് അഹെഡ് ഓഫ് എവറിബഡി, തരുൺ ഫെൽറ്റ് വെരി പ്രൗഡ് ഓഫ് ഹിംസെൽഫ്. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ആയിരുന്നത് കണ്ടപ്പോൾ എന്താണ് അവൻ അത്രയും എന്താ പ്രൗഡ് മൂമെൻറ്റ് തോന്നുകയാണ്. ഓൺ ദ ട്രാക്ക് ദർ വാസ് എ ഷാലോ പാത്ത്. As he was running fast, Tarun did not notice that and he slipped. അങ്ങനെ ആ ട്രാക്കിൽ എന്താ ഒരു ഷാലോ പാത്ത് ഉണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് റണ്ണിങ് ഫാസ്റ്റ്. അപ്പോൾ അത്രയും വേഗത്തിൽ ഓടുന്ന സമയത്ത് എന്താണ് നോട്ടീസ് ചെയ്തില്ല. ആൻഡ് ഹി സ്ലിപ്ഡ്, അങ്ങനെ സ്ലിപ്പ് ചെയ്തു തരുൺ. ബ്രീത്തിങ് ഫാസ്റ്റ് ഹി സോ ദ അതർ കിഡ്സ് ഗോയിങ് പാസ്റ്റ് ഹിം.
അപ്പം എന്താണ് അവൻ്റെ ബാക്കിലുള്ള കുട്ടികളൊക്കെ എന്താണ് അവനെ മറികടന്നു പോകുന്ന അവൻ കണ്ടു. സോ ഹി കുഡ് നോട്ട് ബി എ ലൂസർ ടുഡേ. അപ്പം ഇന്നും എന്താണ് അവനൊരു ലൂസർ ആവാൻ പറ്റില്ല. ആൻഡ് സോ വിതൗട്ട് വേസ്റ്റിംഗ് എ സെക്കൻഡ്, അപ്പോൾ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാതെ ഹി ഗോട്ട് അപ്പ് ടു റൺ വൺസ് മോർ. അപ്പോൾ പിന്നെ എന്താ ഓടാൻ വേണ്ടിയിട്ട് അവൻ എണീറ്റു. ബീങ് ക്വിക്ക്, തരുൺ overtook a few kids ahead of him, but as fate had it, he slipped once again. അങ്ങനെ എന്താണ് പക്ഷേ പിന്നെ എന്താണ് ആ ഒറ്റൊരു നിമിഷം കൊണ്ട് തന്നെ അവൻ കുറേ കുട്ടികളൊക്കെ എന്താണ് പിന്തള്ളി മുന്നിലായി. പക്ഷെ എന്താണ് പിന്നെ എന്താണ് അവൻ സ്ലിപ്പാവുകയാണ്. വൺസ് അഗെയിൻ ഹി സ്ലിപ്ഡ്. വാട്ട് വാസ് ഹാപ്പനിങ് ടു ഹിം ഹി കുഡ് നോട്ട് ബിയർ ഇറ്റ്. അപ്പോൾ എന്താണ് അവൻ സംഭവിക്കുന്നത് എന്നൊന്നും എന്താണ് അവന് മനസ്സിലാവുന്നില്ല. ഹി ലുക്ക്ഡ് ഇൻ ടു ദ ക്രൗഡ് ആൻഡ് സോ ഹിസ് മദർ. അങ്ങനെ ക്രൗഡിലേക്ക് നോക്കിയപ്പോഴാണ് അമ്മയെ കാണുകയാണ്. ഹി വാസ് സേയിങ് സംതിങ് ടു ഹിം. ഷീ വാസ്. സോ അമ്മ എന്തോ ഒരു കാര്യം എന്താണ് അവനോട് പറയുന്നുണ്ട്. ഗെറ്റ് അപ്പ് സൺ, ഗെറ്റ് അപ്പ് ആൻഡ് റൺ. അപ്പോൾ എന്താണ് എണീറ്റ് ഓടാൻ വേണ്ടിയിട്ടാണ് പറയണത്. തരുൺ ഗോട്ട് അപ്പ് വൺസ് അഗെയിൻ. അപ്പോൾ പിന്നെ എന്താണ് തരുൺ എണീക്കുകയാണ്. ഹീ വാസ് എമംഗ് ദ ലാസ്റ്റ് ഫ്യൂ. അപ്പോൾ അങ്ങനെ ലാസ്റ്റിലുള്ള കുറച്ച് ആൾക്കാരിൽ ആയി ഇപ്പോൾ തരുൺ നിൽക്കുന്നത്. ബട്ട് ഹീ ഡിഡ് നോട്ട് ഗിവ് അപ്പ്. പക്ഷെ എന്താ ഒരിക്കലും അവൻ എന്താ ഗിവ് അപ്പ് ചെയ്തില്ല. വൺസ് മോർ ഹീ ഓവർടുക്ക് സം ചിൽഡ്രൻ. അപ്പോൾ പിന്നെ അവൻ എന്താണ് കുറച്ച് കുട്ടികളെയും കൂടെ എന്താണ് മറികടന്ന് ഓടുകയാണ്. സിൻസ് ഹീ വാസ് ഫ്രെറ്റിങ് എ ലിറ്റിൽ ടു മച്ച് ഹി ഫെൽ എ തേർഡ് ടൈം. അങ്ങനെ എന്താണ് കുറച്ച് തെറ്റിലേക്ക് മൂന്നാമത്തെ പ്രാവശ്യം അവൻ എന്താണ് വീണു പോവുകയാണ്. ടിയേഴ്സ് were rolling down his cheeks. അങ്ങനെ എന്താണ് അവന് കരച്ചിലൊക്കെ വരാൻ തുടങ്ങി. ആൻഡ് ഹൗ വിൽ ഹി ഗെറ്റ് ഇൻ ടു റാം നാരായൺസ് ട്രെയിനിങ് നൗ? ഹൗ വിൽ ഹി പ്രൂവ് ടു ഹിസ് പാരൻസ് ദാറ്റ് ഹി വാസ് ടാലൻറ്റഡ്? അപ്പോൾ അവൻ എന്താണ് ഇനി എങ്ങനെ രാംനാരായണൻ്റെ ട്രെയിനിങ്ങിൽ കയറും? എങ്ങനെ ഇനി പ്രൂവ് ചെയ്യും പാരൻസിന് മുമ്പിൽ എന്താണ് അവനൊരു ബ്ലാക്ക് ഷീപ്പ് അല്ല? ഹി വാസ് എ ലാസ്റ്റ് കിഡ് ഓൺ ദ ട്രാക്ക്. ഇപ്പോൾ ആ ട്രാക്കിലുള്ള ഒരു ലാസ്റ്റ് കിഡാണ് ആര്? നമ്മളുടെ തരുൺ. ഹി ടേൺ ഹിസ് ഐസ് ടുവാർഡ്സ് ദ സ്റ്റാൻഡ്. അപ്പോൾ പിന്നെ അവൻ എന്താണ് ക്രൗഡിലേക്ക് നോക്കുകയാണ്. ദെൻ ഹി ഹിയർഡ് രാംനാരായൺ സ്ക്രീമിങ് ഫ്രം സംവെയർ, കം ഓൺ തരുൺ, റൺ. അപ്പം ഇങ്ങനെ എന്താണ് അപ്പോൾ രാംനാരായൺ എന്താണ് അവിടുന്ന് സ്ക്രീം ചെയ്യാണ്, ഉറക്കനെ പറയാണ് എന്താണ് കമോൺ തരുൺ. അങ്ങ് ചിയറപ്പ് ചെയ്യാണ് തരുണിനെ, ഓടാൻ വേണ്ടി പറയാണ്. ആൻഡ് സോ ഹി ഗോട്ട് അപ്പ് എ തേർഡ് ടൈം. അങ്ങനെ എന്താ മൂന്നാമത്തെ പ്രാവശ്യം തരുൺ എന്താണ് നീക്കുകയാണ്. ദിസ് 12-year-old determined boy who was last on the track got up. അപ്പം എന്താ ഈ ഒരു 12 വയസ്സായുള്ള ഇത്രയും ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ബോയ് അങ്ങനെ പിന്നെയും നീക്കിയാണ് ട്രാക്കെന്ന്. അപ്പോൾ പക്ഷേ ഇപ്പോൾ അവനാണ് ആ ട്രാക്കിൽ ലാസ്റ്റ്. ആൻഡ് റാൻ വിത്ത് ഓൾ ദ സ്ട്രെങ്ത് ഹീ ഹാഡ്. അപ്പോൾ അവൻ്റെ കയ്യിലുള്ള എല്ലാ ശക്തി ഉപയോഗിച്ചിട്ട് അവനെ ഓടുകയാണ്. ദ ക്രൗഡ് വാസ് ചിയറിങ് ഫോർ പവൻ, ദ ബോയ് ഹൂ ഹാഡ് വോൺ ദ റേസ്. അപ്പം ക്രൗഡൊക്കെ ആരൊക്കെ ചിയർ ചെയ്യാണ്? ജയിച്ച. സോ ദ വിന്നർ വാസ് പവൻ. അപ്പോൾ പവനാണ് ക്രൗഡൊക്കെ ചിയർ ചെയ്യണത്. ആൻഡ് ബട്ട് to Tarun's surprise, there was a louder applause when he crossed the finishing line last. പക്ഷേ എന്താ തരുൺ ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്ത സമയത്ത് ക്രൗഡ് ഫുൾ എന്താണ് അത്രയും ഒരു ലൗഡർ അപ്ലോസ് തന്നെ അവന് കൊടുത്തു. സോ ഹി വാസ് സർപ്രൈസ്ഡ് ബൈ സീയിങ് ദിസ്. ദ ഓഡിയൻസ് ചിയർഡ് ഫോർ ഹിസ് ഡിറ്റർമിനേഷൻ ആൻഡ് ഹിസ് വാല്യൂ ഫോർ നെവർ ഗിവിങ് അപ്പ്. അപ്പോൾ എന്താണ് അവൻ്റെ ആ ഒരു ഡിറ്റർമിനേഷനിലും പിന്നെ എന്താണ് ഇത്രയും വീണിട്ടും അവൻ എന്താണ് പിന്നെയും നീറ്റ് ഓടുകയാണ് ചെയ്തത്, ഒരിക്കലും ഗിവ് അപ്പ് ചെയ്തില്ല. സോ അതിന് അവൻ എന്താണ് അപ്ലോസ് കൊടുക്കുകയാണ്. ഹി ബൗഡ് ഹിസ് ഹെഡ് വിത്ത് ഷെയിം ആൻഡ് സെഡ് ടു റാം നാരായൺ, ഐ എം സോറി സാർ, ഐ ലോസ്റ്റ്. അപ്പം അങ്ങനെ എന്താണ് അവൻ തല കുനിച്ചുകൊണ്ട് എന്താണ് സാറിൻ്റെ അടുത്ത് പറയാണ്, സർ ഐ എം സോറി സർ, ഐ ലോസ്റ്റ്, ഞാൻ എന്താണ് ഈ ഒരു മത്സരത്തിൽ തോറ്റുപോയി എന്ന് പറയാണ്. നോ സൺ, ടു മീ യു ഹാവ് വോൺ ദ ടഫസ്റ്റ് റേസ്. പക്ഷേ റാം നാരായൺ പറയാണ്, ഒരിക്കലുമില്ല മകനെ, എന്താണ് നീയാണ് എന്താ ഏറ്റവും വലിയ ടഫസ്റ്റ് റേസ് ജയിച്ചതെന്ന് പറയുന്നത്. നിൻ്റെ ലൈഫിൽ തന്നെയുള്ള വൺ ഓഫ് ദ ടഫസ്റ്റ് റേസാണ് നീ ഇപ്പോൾ ജയിച്ചിരിക്കുന്നത്. യു ഗോട്ട് അപ്പ് ആൻഡ് സ്റ്റാർട്ടഡ് എ ഫ്രഷ് ഈച്ച് ടൈം യു ഫെൽ. അപ്പം എന്താ ഓരോ സമയത്ത് നീ എന്താണ് വീഴുമ്പോഴും എന്താണ് എണീറ്റ് ഓടാനാണ്. യു ആർ എ റിയൽ ലൈഫ് ഹീറോ. അപ്പം നീയാണ് എന്താണ് ഒരു റിയൽ ലൈഫ് ഹീറോ എന്ന് പറയാണ്. യുവർ ട്രെയിനിങ് സ്റ്റാർട്ട്സ് ടുമോറോ. അപ്പം എന്താണ് നിൻ്റെ ട്രെയിനിങ് നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയാണ്.
തരുൺ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഇയേഴ്സ്. അപ്പോൾ എന്താണ്, അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ടീയേഴ്സ് ഫിൽഡ് ഹിസ് ഐസ് അഗെയിൻ. അപ്പോൾ കണ്ണിലൊക്കെ എന്താണ്, പിന്നെ എന്താണ്, കണ്ണീര് വരികയാണ്. ഹി സ്മൈൽഡ് അറ്റ് ഹിസ് മദർ ഹു ഹഗ്ഡ് ഹിം ആൻഡ് സെഡ് യു ആർ ദ ബെസ്റ്റ് സൺ ഇൻ ദ വേൾഡ്. അങ്ങനെ മദർ വന്ന് അവനെ കെട്ടിപ്പിടിച്ച് പറയാണ് എന്ത്, യു ആർ ദ ബെസ്റ്റ് സൺ, നീയാണ് എന്ത് ഈ ലോകത്തിൽ തന്നെ വെച്ചിട്ട് ഏറ്റവും നല്ല മകൻ എന്ന് പറയാണ്. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് സ്റ്റോറി. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിന് മെയിൻലി വരുന്ന ക്വസ്റ്റ്യൻസ് of course the character sketch of Tarun, and there will be a conversation between this Tarun and Ram Narayan, and next there will be a diary of course, and thank you.